ദമ്പതികളായ മുൻ പാലാ നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തനും ഭാര്യ മുൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബെറ്റി ഷാജു വീണ്ടും കേരള കോൺഗ്രസ് എമ്മിനു വേണ്ടി മത്സരത്തിനിറങ്ങുന്നു. ഷാജു തുരുത്തൻ പാലാ നഗരസഭ 2ാം വാർഡായ മുണ്ടുപാലത്തും ബെറ്റി 1ാം വാർഡായ പരമലക്കുന്നിലുമാണ് LDF മുന്നണിക്കായി മത്സരിക്കുക. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു രാഷ്ട്രീയ ചായ്വ് ഉണ്ടായിരുന്നു. അന്നും UDF തലത്തിലെ കോൺഗ്രസിൻ്റെ പഠിക്കുന്ന കാലത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ മത്സരിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് കേരള കോൺഗ്രസ് എമ്മിലായിരുന്നു. അങ്ങനെ ഞാനും പാർട്ടി കേരള കോൺഗ്രസ് എമ്മിൽ തന്നെ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നീട് 1995 ആദ്യമായി ഞാൻ നഗരസഭാ മത്സര രംഗത്തേക്ക് കടന്നു വരുന്നത്. 95 മുതൽ 2020 വരെ 5 ടേമിൽ തുടർച്ചയായി മത്സരിച്ച് വിജയം കണ്ടു. 25 കൊല്ലം കൗൺസിലറായിട്ടും ആ കാലഘട്ടത്തിൽ തന്നെ 2 ടേമിലായി എനിക്ക് മുനിസിപ്പൽ ചെയർമാൻ ആയിട്ട് ഇരിക്കാനും സാധിച്ചു. കഴിഞ്ഞ ടേമിൽ സീറ്റിന് ബുദ്ധിമുട്ട് ഉണ്ടായി, സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ മത്സര രംഗത്ത് നിന്ന് പിന്മാറി. ഇത്തവണ വീണ്ടും ഷാജു മത്സരിച്ച വാർഡ് വനിതയായപ്പോൾ വീണ്ടും ഞാൻ മത്സര രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. 25 വർഷക്കാലമായി ഞാൻ കൗൺസിലർ. ഇലക്ഷൻ 1987 മുതൽ ഇന്ന് വരെ 2 പ്രാവശ്യം മാത്രമേ ഞാൻ തോൽവി സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് സീറ്റില്ല വന്നപ്പോൾ വാശിക്ക് നിന്നില്ലാതെ അതൊരു മത്സരമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. പിന്നീട് തോറ്റത് ജോർജ് സി കാപ്പനോടാണ്, പാലായിലെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. ഇപ്പം ഞാൻ എല്ലാ വർഷവും തന്നെ ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടിരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന് അത്രയും കാലം നഗരസഭയ്ക്കും എൻ്റെ വാർഡിനും അതിൻ്റേതായ പുരോഗതി ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ടൈം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് 2 വർഷം തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ചില സമ്മർദ്ദങ്ങൾ കൊണ്ട് ഞാൻ അത് 1 വർഷമായി ചുരുക്കേണ്ടി വന്നു. കിട്ടിയ അത്രയും സമയം കൊണ്ട് എനിക്ക് പാലായ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ഇവിടെ കൊട്ടിവേഴ്സ് നടക്കുന്ന നഗര സൗന്ദര്യവൽക്കരണം ഞാൻ കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ മുകൾവശം ഷീറ്റ് എടുത്ത് ഞാൻ കൊണ്ടുവന്നതാണ്. സ്റ്റേഡിയത്തിലെ കാഴ്ചകൾ, സ്റ്റേഡിയത്തിൽ നടക്കുന്ന കളികൾ കാണാൻ ഇപ്പം പൊതുജനങ്ങൾക്ക് ബസ്സൊക്കെ കയറിയിരിക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. ജയിച്ചു വന്നാൽ ആദ്യം ചെയ്യുന്നത് അവിടുത്തെ ഭിത്തി പൊളിച്ചു മാറ്റി അവിടെ പൊതുജനങ്ങൾക്ക് കാണാവുന്ന രീതിയിലുള്ള ഗ്രില്ല് ഉണ്ടാക്കി കൊടുക്കും. അതാണ് ലക്ഷ്യം. ഷാജു 1 തവണയും ബെറ്റി 2 തവണയും ചെയർപേഴ്സൺ പദവി അലങ്കരിച്ചിട്ടുണ്ട്. ഇരുവരും നഗരസഭാ കൗൺസിലർമാരായി 1/4 നൂറ്റാണ്ട് പിന്നിട്ടവരാണ്. ബെറ്റി വനിതാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മീനച്ചിൽ സഹകരണ ഭൂപണയ ബാങ്ക് ഡയറക്ടറും കൂടിയാണ്.